മാഷെ, ഒറ്റ ചോദ്യമേ ഉള്ളൂ. അയോധ്യയിൽ കരിമ്പൂച്ചകൾ ഇറങ്ങുന്നു, എന്താണ്? അയോധ്യയിലെ കരിമ്പൂച്ച കഴിഞ്ഞ ദിവസം നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിക്കുകയാണ്. അതായത് മറ്റെന്തിനേക്കാളും നമുക്കിനി പ്രധാനം ദേശീയ സുരക്ഷയും സമാധാനവുമാണ്. ഇത് പ്രഖ്യാപിക്കുന്നത് NSGയുടെ വാർഷിക സമ്മേളനത്തിലാണ്. 41ാമത്തെ വാർഷിക സമ്മേളനം അവരുടെ ആസ്ഥാനത്ത് നടക്കുമ്പോഴാണ്, ഡൽഹിയിൽ പരിസരത്താണ്. അപ്പോൾ NSGയുടെ ആസ്ഥാനത്ത് 41ാം വാർഷിക സമ്മേളനത്തിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ദേശീയ സുരക്ഷ, നാഷണൽ സെക്യൂരിറ്റി ഗാർഡാണല്ലോ. ഞാൻ മറ്റെന്തിനേക്കാളും ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പിനും ഏറ്റവും പ്രധാനം ആഭ്യന്തര സുരക്ഷയാണ്. എവിടെ സമാധാനക്കേട് ഉണ്ടാക്കുന്നത് ആരോ, അത് ഏത് ഭീകരവാദിയായാലും ഏത് കലാപകാരിയായാലും ഏത് വിദേശ ശക്തികളായാലും നിമിഷാർദ്ധം കൊണ്ട് അത് തകർക്കാൻ നമുക്ക് കഴിയണം. അതിന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളൊരു അനുഭവത്തിൽ നിന്ന് പഠിക്കണം. ഒന്ന്, അയോധ്യയിൽ കലാപം ഉണ്ടായപ്പോഴൊക്കെ നമുക്ക് വളരെ പാടുപെടേണ്ടി വന്നു. അവിടത്തേക്ക് സുരക്ഷാ സേനയെ എത്തിക്കുക എന്ന് പോലും വലിയ ദൗത്യമായിരുന്നു. സമയമെടുത്തു, ഡിലേ എടുത്തു. എന്തിനേറെ അദ്ദേഹം പറയുന്നൊരു ഉദാഹരണം, ബോംബെ മഹാനഗരം ആക്രമിക്കപ്പെട്ടു. ബോംബെ ഓർമ്മയുണ്ടല്ലോ, ബോംബെ അറ്റാക്ക് ഭീകരമായിരുന്നു. വിദേശ ശക്തികൾ വന്നിട്ട് ലോകോത്തരമായൊരു മഹാനഗരി, വലിയ ചരിത്രമുള്ള ബോംബെ എന്ന മഹാനഗരത്തെ വന്നിട്ട് ആഗോള ഭീകരവാദികൾ വന്ന് ഇന്ത്യക്ക് പുറത്തുനിന്ന് വന്ന് നുഴഞ്ഞു കയറിയിട്ട് ആക്രമിച്ചിട്ട് നമ്മൾ രാജ്യം ഞെട്ടി വിറച്ചപ്പോൾ നമുക്ക് അന്ന് ഏറ്റവും അടുത്ത് സുരക്ഷാ സേനയെ കൊണ്ടുപോകാനുണ്ടായിരുന്നത് ഡൽഹിയിൽ നിന്നാണ്, മുംബൈയിൽ ഉണ്ടായിരുന്നില്ല അന്ന്. അങ്ങനെയാണ്, അതുകൊണ്ട് ഡിലേ ഉണ്ടായി. ആ ഡിലേ ഉണ്ടായ സമയത്താണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. വമ്പിച്ച ആൾനഷ്ടവും വസ്തുനഷ്ടവും സാമ്പത്തിക നഷ്ടമൊക്കെ നമുക്കുണ്ടായത്. കൊള്ളയും കൊള്ളിവെപ്പും നടന്നൊക്കെ ആ സമയത്താണ്. അതുകൊണ്ട് ഇനി അത് അനുവദിച്ചുകൂടാ. അതുകൊണ്ട് നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ 41ാം വാർഷികത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, നിമിഷങ്ങൾ കൊണ്ട് എയർലിഫ്റ്റ് ഒരു വിമാനത്തിന് പറന്നെത്തിയിട്ട് ഇന്ത്യയുടെ ഏത് മുക്കിലും മൂലയിലും ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അത് നിമിഷങ്ങൾ കൊണ്ട് തടയാനുള്ള ദൂരത്ത് നമ്മൾ ഉണ്ടാവണം. അങ്ങനെയാണ് ഈ ബ്ലാക്ക് കാറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കരിമ്പൂച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിൽ ഓരോന്നിനും ഓരോ അസൈൻമെൻറ്റ്, ഓരോ ദൗത്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പറയും തണ്ടർ ബോൾട്ട് എന്നൊക്കെ പറഞ്ഞാൽ കാട് കയറിയിട്ട് മാവോയിസ്റ്റുകളെ നേരിടാനുള്ള വിങ്ങിൻ്റെ പേരാണ്. ഓരോന്നിനും ഓരോ പേരുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിങ്ങാണ് ബ്ലാക്ക് കാറ്റ്സ് എന്ന് പറഞ്ഞാൽ കരിമ്പൂച്ച എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നതല്ല, പൂച്ചയെ പോലെ എവിടെയും എത്താൻ പറ്റണം. ഏത് മരത്തിൻ്റെ മുകളിൽ ഏത് മാളത്തിൽ നുഴഞ്ഞു കയറിയിട്ട് ഭീകരവാദികളെ തകർക്കാനുള്ള ശേഷിയുള്ള, അതിന് വലിയ പരിശീലനം കിട്ടിയ, അത്യന്താധുനികമായ ഉപകരണങ്ങളുള്ള, അത് ഉപയോഗിക്കാൻ പഠിച്ച, അപാര ധീരതയും സാഹസികതയുമുള്ള ചെറുപ്പക്കാരുടെ വലിയ വിങ്ങാണ്, പട്ടാളക്കാരുടെ ഏറ്റവും ശക്തമായ വിങ്ങാണ്. വലിയ ആനുകൂല്യങ്ങളും വലിയ സൗകര്യങ്ങളും കൊടുക്കുന്ന വിങ്ങാണ്. ആ വിങ്ങിനാണ് ബ്ലാക്ക് കാറ്റ്സ് എന്ന് പറയുന്നത്. ബ്ലാക്ക് കാറ്റ്സിന് ഇതുവരെ 5 കേന്ദ്രങ്ങളേ ഉള്ളൂ. ആ 5 കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. അതായത് മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, അഹമ്മദാബാദ്. ഈ ബോംബെ അറ്റാക്കിന് ശേഷം നമ്മൾ പഠിച്ചതാണ്, ഡൽഹിയിൽ മാത്രം, നമ്മുടെ തലസ്ഥാനത്ത് മാത്രമല്ല ഇവരുടെ ആവശ്യം. നമ്മൾ തലസ്ഥാനത്ത് ഇങ്ങനെ വളരെ സുരക്ഷിതമാണെന്ന് വിചാരിക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കാൻ വരുമ്പോൾ ഡൽഹിയിൽ ഉണ്ടായാൽ മതി. പക്ഷേ ബോംബെ മഹാനഗരം ആക്രമിക്കാൻ വരുമ്പോഴോ, അയോധ്യയിൽ കലാപം ഉണ്ടാക്കാൻ വരുമ്പോഴോ, ആലോചിച്ച് നോക്കൂ, സുവർണക്ഷേത്രത്തിൽ ആക്രമിക്കാൻ വരുമ്പോഴോ, അപ്പോൾ വികേന്ദ്രീകരിക്കണം. ബ്ലാക്ക് കാറ്റ്സ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ സുരക്ഷാ സേനയെ ശക്തിപ്പെടുത്തണമെന്ന് മാത്രമല്ല, വികേന്ദ്രീകരിക്കണം. 5 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞു. 41ാം വാർഷികമായപ്പോഴേക്ക് 2008-2009 ഈ ആക്രമണത്തിന് ശേഷം നമ്മൾ 5 കേന്ദ്രങ്ങൾ എത്തി. ഒന്ന് മുംബൈയാണ്, ചെന്നൈയാണ്, സൗത്ത് ഇന്ത്യയിൽ ചെന്നൈയാണ്, അഹമ്മദാബാദിലുണ്ട്, ഹൈദരാബാദിലുണ്ട്. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ ഹൈദരാബാദും ഉണ്ട്, ചെന്നൈ ഉണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കൂ, നിമിഷങ്ങൾ കൊണ്ടൊരു വിമാനത്തിൽ പറന്നെത്താൻ കന്യാകുമാരിയിൽ ഉണ്ടായാൽ പോലും ചെന്നൈയിൽ നിന്നെത്താം. വേറെ ഏത് ആന്ധ്രയിലോ കർണാടകയിലോ ഉണ്ടായാൽ ഹൈദരാബാദിൽ നിന്നെത്താം, ചെന്നൈയിൽ നിന്നും എത്താം. അപ്പോൾ അത്ര ദൂരത്ത്. പിന്നെ അഹമ്മദാബാദിലാണ്, പടിഞ്ഞാറൻ തീരത്ത്. ഒന്ന് മുംബൈയിലാണ്, അതുപോലെ കൊൽക്കത്തയുണ്ട്. അപ്പോൾ ഡൽഹി ഓൾറെഡി ഉണ്ട്. അപ്പോൾ 5 കേന്ദ്രങ്ങൾ. പിന്നെ വടക്ക് കാശ്മീരിൽ ഒരു ചെറിയ യൂണിറ്റും ഉണ്ട്. കാശ്മീരിൽ കുറച്ച് മതി. അപ്പോൾ ആ 5 കേന്ദ്രങ്ങൾ നേരത്തെ ഉണ്ട്. 6ാമത്തെ യൂണിറ്റ് അയോധ്യയിലാണ്. എന്നുവെച്ചാൽ ഇന്ത്യയുടെ മധ്യഭാഗത്ത്, സെൻട്രൽ അയോധ്യയിൽ, UP-യിൽ. മാത്രമല്ല ചരിത്രപരമായി ഒരുപാട് കലാപങ്ങൾ കണ്ട നാടാണ്. എത്ര കാലം ആലോചിച്ച് നോക്കൂ. വർഗീയമായ വലിയ പ്രചാരവേലകൾ നടന്ന നാടാണ്. ഒരിക്കലും തീരാത്ത തർക്കങ്ങൾ നടന്ന നാടാണ്. ഇന്ത്യയെ കൃത്യമായി വർഗീയവൽക്കരിക്കാൻ ഉപയോഗിച്ചൊരു അയോധ്യ. ആ അയോധ്യ ഇപ്പോൾ വലിയ സമാധാനത്തിലാണ്. അവിടെ രാമക്ഷേത്രം നിർമ്മിച്ചു.
രാമക്ഷേത്രം ഒരു മഹാനഗരിയായിട്ട് മാറി. ആ ക്ഷേത്രനഗരി കാണാൻ ലോകമെങ്ങുമുള്ള ടൂറിസ്റ്റുകൾ വരുന്നു. ഇപ്പോൾ ഈയിടെ അയോധ്യയിൽ പോയി വന്ന എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞത് അവിടുത്തെ പഴയ മുസ്ലിങ്ങളൊക്കെ ഇപ്പോൾ സമ്പന്നന്മാരാണ്. കാരണം അവർക്ക് വലിയ ബിസിനസ്, അവർക്ക് ലോഡ്ജുകൾ, അവർക്ക് കച്ചവടം. അവരും പറയുന്നത് ഇത് എന്നോ വരേണ്ടിയിരുന്നു എന്നാ. ഇത് ഈ തർക്കം എന്ത് കാര്യമുണ്ടായി? നൂറ്റാണ്ടുകൾ നീണ്ട ഒരു ക്ഷേത്രം രാമന്റെ ജന്മസ്ഥലത്ത് പണ്ടുണ്ടായിരുന്ന ഒരു ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി ഉണ്ടായതെങ്കിൽ അത് എന്നോ മാറ്റി പണിയേണ്ടതല്ലേ? എന്തിനാ ഇത്രയും വൈകിയതെന്നാണ് ഇപ്പോൾ അയോധ്യയിലെ മുസ്ലിങ്ങൾ ചോദിക്കുന്നത്. രാമക്ഷേത്ര നിർമ്മാണത്തിന് ഇക്ബാൽ അൻസാരി എന്ന് പറയുന്ന അവിടുത്തെ ബാബരി മസ്ജിദ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പോയി പങ്കെടുത്തല്ലോ. അദ്ദേഹത്തെ ആദരിച്ചു രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്. അപ്പോൾ ആ ചിത്രം മാറുന്നു. ഇപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? അയോധ്യ മാത്രമല്ല, അയോധ്യയിൽ സമാധാനം വന്നു. ഇനി അയോധ്യ എന്ന ക്ഷേത്ര നഗരിയിൽ ബ്ലാക്ക് കാറ്റ്സിന്റെ കാവലുണ്ടാവും, കരിമ്പൂച്ചകൾ. അവിടെ മാത്രമല്ല, അവിടെ ഇനി ആരും കുഴപ്പമുണ്ടാക്കാൻ വരണ്ടെന്ന് മാത്രമല്ല, യു പിയിലോ ആ പരിസരത്തോ മധ്യ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ കുഴപ്പക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റഡാറിൽ പതിയുകയും നിമിഷങ്ങൾ കൊണ്ട് വിമാനത്തിൽ പറന്നു ചെന്നിട്ട് തകർക്കുകയും ചെയ്യാനുള്ള ശേഷി നമ്മൾ നേടിയിരിക്കുന്നു എന്നുള്ള ചെറിയ കാര്യമല്ല. വമ്പിച്ചൊരു മുന്നേറ്റമാണത്. ആ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം വളരെ ചെറുതല്ല. കാരണം നമ്മുടെ സുരക്ഷയുടെ ഒരു പ്രയോറിറ്റി മാറുന്നു. അതിലെ അവരുടെ ആദർശം സമർപ്പൺ, സാഹസ്, രാഷ്ട്രഭക്തി. ആദർശം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഈ ബ്ലാക്ക് കാറ്റ്സിൻ്റെ NSGക്ക് പുതിയ മുദ്രാവാക്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അവരുടെ ആദർശം എന്തൊക്കെയാണ്? ഒന്ന്, സമർപ്പണം. രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാനുള്ളത് തന്നെയാണ് ഓരോ സുരക്ഷാ ജീവനക്കാരൻ്റെയും ജീവൻ. അതുകൊണ്ടാണ് രാജ്യം അവനെ മാനിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ജവാന്മാരെ നമ്മൾ ആദരിക്കുന്നത്. അതാണ് അവരുടെ ഒരു മുദ്രാവാക്യം. സമർപ്പണം പരമപ്രധാനമാണ്, മറ്റെന്തിനേക്കാളും വലുതാണ്. 2, സാഹസം വേണം. എന്തും അതാണല്ലോ, അപാരമായ സാഹസമല്ലേ. ഒരാൾ ഓർമ്മയില്ലേ, നമ്മളെ ശരീരം മുഴുവനും തകർന്നു പോയിട്ട്, മുഖത്തിന്റെ പാതി തകർന്നു പോയിട്ട് ശത്രുവിനെ മുഴുവൻ തകർത്തിട്ട് തിരിച്ചു വന്നൊരു മനുഷ്യനെ കുറിച്ച് മേജർ ഋഷിരാജലക്ഷ്മി. അത് ആലോചിച്ച് നോക്കൂ. അത്തരക്കാരാണ് അതാണ് സാഹസം എന്ന് പറയുന്നത്. മോസ്റ്റ് ഫിയർലെസ് മാൻ. അതാണ് അവനവന്റെ മുഖത്തിന്റെ പകുതി പോയിട്ടും ശത്രുവിനെ തീർത്തിട്ടേ പോരുള്ളൂ തീരുമാനിക്കുന്നത്. അതിനാണ് സാഹസികം എന്ന് പറയുക. അതാണ് സാഹസം. മൂന്നാമത്തെ എന്താ? രാഷ്ട്രഭക്തിയാണ്. ഏറ്റവും വലുത് അതാണ്. രാഷ്ട്രത്തോട് ഭക്തി ഉണ്ടായാലേ ഇതൊക്കെ നടക്കുള്ളൂ. രാജ്യസ്നേഹം എന്ന് പറയുന്നതാണ്. സ്നേഹം പോരാ, ഭക്തി തന്നെ വേണം. ഭക്തി എന്താണ്? ദൈവത്തെ പോലെ രാജ്യത്തെ കാണണം, ഭാരതാംബയെ ഒരു ദേവിയായിട്ട് കാണണം. അങ്ങനെ വരുമ്പോഴേ ദേശത്തെ ദൈവത്തിന് തുല്യമായി കാണുമ്പോഴാണ് ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി എന്ന് പറയില്ലേ, അതാണ്. അമ്മയും ജന്മഭൂമിയും രണ്ടല്ല, സ്വർഗത്തേക്കാൾ മഹത്തരമാണ് എന്ന് കാണാൻ നമുക്ക് പറ്റണം. അങ്ങനെ പറ്റുന്നതുകൊണ്ടാണ് രാഷ്ട്രഭക്തി. ഈ 3 മുദ്രാവാക്യങ്ങൾ ഊന്നിയിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഒപ്പം നമ്മുടെ 3 ലക്ഷ്യം കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലേ? സർവത്ര സർവോത്തം സുരക്ഷ. അതാണ് NSG. ഇനി മുതൽ ദേശീയ സുരക്ഷാ സേനയ്ക്ക് ഈ ലക്ഷ്യം ഉണ്ടാകും. 1, സർവത്ര. NSGയുടെ ഒരു സേവനം എവിടെയെങ്കിലും ഇന്ത്യയുടെ ഏതെങ്കിലും ഉൾപ്രദേശത്ത്, ഒന്നുകിൽ ആസാമിലെ കാടുകളിൽ, അല്ലെങ്കിൽ കാശ്മീരിൻ്റെ ഏതെങ്കിലും ഒരു ഗിരിശൃംഗത്തിൽ, അല്ലെങ്കിൽ കന്യാകുമാരി തീരത്ത്, അതുമല്ലെങ്കിൽ നമ്മുടെ നിലമ്പൂർ കാട്ടിൽ എവിടെയെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നമുണ്ട് എന്ന് കേട്ടാൽ സർവത്ര അവിടെയൊക്കെ NSGയുടെ സേവനം കിട്ടണം. നിമിഷങ്ങൾ കൊണ്ട് വിമാനമാർഗം പറന്നെത്തിയിട്ട് അവിടെ തരിപ്പണമാക്കിയിട്ട് ശത്രുക്കളെ തകർക്കാനുള്ള, അതാണ് സർവത്ര എന്ന് പറയുന്നത്. എല്ലായിടത്തും. അതാണ് ഓംനിപ്രസന്റ് എന്ന് പറയില്ല, സർവ്വവ്യാപിയായിരിക്കണം. 1. രണ്ടാമത്തെ എന്താ? സർവോത്തമം. ഭൂമിയിൽ ഏറ്റവും ഉത്തമമായ സേവനം നമുക്ക് കൊടുക്കാൻ പറ്റണം. നമ്മുടെ മുമ്പിൽ വരുന്ന ഏതെങ്കിലും ഒരു ശത്രു, അവൻ്റെ കയ്യിലുള്ള ഒരു ആയുധം നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ എന്ന് വിചാരിക്കാൻ പാടില്ല. അവൻ്റെ കയ്യിൽ ഉള്ളതിനേക്കാളും മാരകമായ ആയുധം നമ്മുടെ കയ്യിൽ വേണം. സർവോത്തം. ഭൂമിയിൽ എവിടെയും കിട്ടുന്നതിനേക്കാൾ ഉത്തമമായ രാഷ്ട്രരക്ഷയ്ക്കാവശ്യമായ ആയുധങ്ങളും പരിശീലനവും സേവനവും നമുക്ക് കൊടുക്കാൻ പറ്റണം. സമർപ്പണവും നമുക്ക് കൊടുക്കാൻ പറ്റണം. അതാണ് സർവോത്തം. പിന്നെന്താ? സുരക്ഷ. അത് ഏറ്റവും പ്രധാനമാണ്. മറ്റെന്തിനേക്കാളും നമുക്ക് വലുത് സുരക്ഷയാണ്. ഒരു രാജ്യം സുരക്ഷിതമല്ലാന്ന് തോന്നിയാൽ ആ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവില്ല. ഭയപ്പാടോടുകൂടി ഒരു രാജ്യത്തെ പൗരന്മാർ ജീവിക്കാൻ തുടങ്ങിയാൽ, നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈകുന്നേരം എത്തുമോ എന്ന് ഉറപ്പില്ലെങ്കിൽ ആ രാജ്യത്തിന് സുരക്ഷയില്ല. അതുകൊണ്ട് പൗരന്മാർക്ക് സുരക്ഷ കൊടുക്കുക എന്നുള്ളത് മറ്റെന്തിനേക്കാളും പ്രധാനമാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു NSGക്ക്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന് ഒരു പുതിയ ഊർജം കൊടുക്കുന്നുണ്ട് അമിത്ഷാ. അതിൻ്റെ തെളിവാണ് ഇത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇതിൻ്റെ ഈ NSGയുടെ ബ്ലാക്ക് കാറ്റ്സിൻ്റെ വിന്യാസം. ബ്ലാക്ക് കാറ്റ്സ് ഇനി സർവത്ര ലഭ്യമാണ്. ഏത് ഇന്ത്യക്കാരനും ഏത് ഗ്രാമത്തിലും ഏത് ഉൾനാട്ടിലും ബ്ലാക്ക് കാറ്റ്സിൻ്റെ സേവനം ലഭ്യമാവും.
അത് സർവോത്തം ആയിരിക്കും, സർവത്ര ലഭ്യമാണ്, അതെ. സുരക്ഷയാണ് മുദ്രാവാക്യം. തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ നടപടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കാം. നമ്മളതിനെ എല്ലാ അർത്ഥത്തിലും നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യാം. ഇത്തരം നടപടികളാണ് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും ഏറ്റവും അനിവാര്യമായ സമയത്താണ് ഈ തീരുമാനം. NSGയുടെ 41ാം വാർഷികം. തീർച്ചയായിട്ടും 10-20 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ 2047 എത്തും. അപ്പോൾ വികസിത ഭാരത് എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വികസിതമായ ഒരു സുരക്ഷാ സേന ഇന്ത്യയുടേതായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.